നമസ്കാരം. രാഷ്ട്രീയ വിവാദങ്ങൾ പുതിയതല്ല. പക്ഷെ സ്വന്തം രാജ്യത്തെ അവഹേളിക്കുന്ന നിലപാടുകൾ ഒരു നേതാവിൽ നിന്ന് വരുമ്പോൾ അത് ഗൗരവമുള്ള വിഷയമായി മാറുന്നു. നമ്മുടെ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ പക്വതയില്ലായ്മയുടെ സൂചനയായി പലരും കാണുന്നു. അതായത് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണയും വാതകവും വാങ്ങുന്നത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ദോഷകരമാണെന്ന് ട്രംപ് അടുത്തിടെ പ്രസ്താവിച്ചു. ഇതിനോടൊപ്പം ഇന്ത്യയും റഷ്യയും ചേർന്ന് അവരുടെ നിർജീവമായ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിൽക്കേണ്ടതായിരുന്നു. എന്നാൽ പപ്പുമോൻ ഈ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി. ട്രംപ് പറഞ്ഞത് ശരിയാണ്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു നിർജീവ സമ്പദ് വ്യവസ്ഥയാണെന്ന് പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും ഒഴികെ എല്ലാവർക്കും അറിയാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടുകൾ നിലനിൽക്കെയാണ് രാഹുൽ ഗാന്ധി ഇത്തരമൊരു നിലപാടെടുത്തത് എന്നത് ശ്രദ്ധേയമാണ്. പ്രതിരോധത്തിലായ കോൺഗ്രസും പ്രതിപക്ഷത്തിന്റെ വിമർശനവും അത് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ്. അതായത് രാഹുലിന്റെ ഈ പ്രസ്താവന കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലാക്കി. പാർട്ടി നേതാക്കളായ ശശി തരൂർ, രാജീവ് ശുക്ല എന്നിവർ രാഹുലിനെ തിരുത്തിക്കൊണ്ട് രംഗത്തെത്തി. മറ്റ് പ്രതിപക്ഷ പാർട്ടികളായ ശിവസേന, RJD എന്നിവരും രാഹുലിനെ രൂക്ഷമായി വിമർശിച്ചു. ട്രംപിന്റെ പ്രസ്താവന രാജ്യത്തിനെതിരെയുള്ള സാമ്പത്തിക ഭീഷണിയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഒരു നേതാവിന്റെ ഉത്തരവാദിത്തം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ചുമതലയാണ്. എന്നാൽ അത് രാജ്യത്തിന്റെ അഭിമാനത്തെയും താല്പര്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന തരത്തിലായിക്കൂടാ. സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള വിദേശ ശക്തികളുടെ മോശം പരാമർശങ്ങളെ പിന്തുണയ്ക്കുന്നത് ഒരു നേതാവിന് ചേർന്ന പ്രവൃത്തിയല്ല. രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാട് അദ്ദേഹത്തിന്റെ പക്വതയില്ലായ്മയും രാഷ്ട്രീയമായ അറിവില്ലായ്മയും വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കാർക്കിടയിൽ പോലും പിന്തുണയില്ല എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കും പാർട്ടിയുടെ ഭാവിക്കും ദോഷം ചെയ്യും. നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ കഴിവുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ നിലപാടുകൾ ശ്രദ്ധിക്കുക. വിദേശ ശക്തികൾക്ക് മുന്നിൽ നമ്മുടെ രാജ്യത്തെ തരം താഴ്ന്നവരെ ഒരിക്കലും പിന്തുണയ്ക്കാതിരിക്കുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.